വർഷം മോഹൻലാലിന്റെ പുത്തൻ റിലീസുകളും റീ റിലീസുകളും മികച്ച പ്രകടനമാണ് തിയേറ്ററിൽ കാഴ്ചവെച്ചത്. ഈ സിനിമകളിലൊക്കെയുള്ള ബ്രില്യൻസുകൾ കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേക ഹരം കണ്ടെത്തുന്ന ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത്. അത്തരത്തിൽ കണ്ടുപിടിക്കുന്ന ബ്രില്യൻസുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകാറുമുണ്ട്. ഇപ്പോഴിതാ ഒരേ വർഷം ഇറങ്ങിയ 2 മോഹൻലാൽ സിനിമകളിലെ സമാനതകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാധകർ. ആ ചിത്രങ്ങൾ 2001 പുറത്തിറങ്ങിയ കാക്കക്കുയിലും രാവണപ്രഭുവുമാണ്. ഈ 2 ചിത്രങ്ങളും മികച്ച വിജയം നേടിയ മോഹൻലാൽ ചിത്രങ്ങളാണ്. 2001 പുറത്തിറങ്ങിയ ഈ സിനിമകളിലെ ഒരു സീനിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒന്നു തന്നെയാണ്. ചുവന്ന ഷർട്ടും കറുത്ത പാൻസും. കോസ്റ്റ്യൂം മാത്രമല്ല, സിനിമകളിലെ ലുക്കും ഏകദേശം ഒന്നു തന്നെയാണ്. ഗോവിന്ദൻകുട്ടിയുമൊത്ത് തമാശ പറഞ്ഞു നിൽക്കുന്ന കാക്കക്കുയിലെ ശിവരാമനിൽ നിന്നും കാർത്തികേയൻ എന്ന മാസ് കഥാപാത്രമായി മാറാൻ അയാൾക്ക് ആ മീശ ഒന്ന് പിരിച്ചു വെക്കേണ്ട സമയം മാത്രമേ വന്നുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നാത്ത ഈ കഥാപാത്രങ്ങളെ മോഹൻലാൽ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ വ്യത്യാസത്തോടെ തന്നെയാണ്. ഒരേ ലുക്കിൽ തന്നെ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞുവെന്നാണ് ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലൊന്നായിരുന്നു കാക്കക്കുയിൽ. കാക്കക്കുയിലിലെ മോഹൻലാലിന്റെ പ്രകടനത്തോടൊപ്പം തന്നെ മുകേഷുമൊത്തുള്ള കോമഡി രംഗങ്ങളും ഡാൻസ് രംഗങ്ങൾക്കും വലിയ കയ്യടി ലഭിച്ചിരുന്നു. 2001 ഏപ്രിലിൽ പ്രദർശനത്തിനെത്തിയ കാക്കക്കുയിൽ നിർമ്മിച്ചത് കല്യാണി ഫിലിം സൊസൈറ്റിയുടെ ബാനറിൽ ലിസി ആയിരുന്നു. അതേസമയം ദേവാസുരത്തിന്റെ 2ാം ഭാഗമായി പുറത്തിറങ്ങിയ ചിത്രമാണ് രാവണപ്രഭു. 2001 രഞ്ജിത്ത് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത രാവണപ്രഭുവിലെ ജനപ്രിയരായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും മുണ്ടക്കൽ ശേഖരനുമൊക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ്. സിനിമയിലെ മാസ് ഡയലോഗുകൾ ഇന്നും ആരാധകർക്ക് കാണാപ്പാഠമാണ്. സിനിമ റീ റിലീസിനെത്തിയപ്പോഴും മികച്ച സ്വീകരണമാണ് ലഭിച്ചത്.